ലോകത്തിൽ തീവ്രവാദ ആക്രമണങ്ങൾ ഏറ്റവും അധികം ഏറ്റുവാങ്ങിയ ഒരു രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേൽ അല്ല, ലെബനൻ അല്ല, പലസ്തീൻ അല്ല. ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ തീവ്രവാദ ആക്രമണത്തിൽ മരിച്ചു വീണത് ഏത് നാട്ടിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലസ്തീനിലല്ല, ലെബനനിലല്ല, മറ്റെങ്ങുമല്ല, ഭാരതത്തിലാണ്. കുറച്ച് തീവ്രവാദി ആക്രമണത്തിൻ്റെ ഡാറ്റ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്, അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1993 മാർച്ച് മാസം 12-ാം തീയതി ബോംബെയിൽ തീവ്രവാദി ആക്രമണം നടന്നു. 12 ബോംബുകൾ ഒരേ സമയം കോർഡിനേറ്റഡ് ആയിട്ട് പൊട്ടിച്ചു. 257 ജീവനുകൾ നശിച്ചു. 1400 പേര് ആക്രമണത്തിനെതിരെയായി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എയർ ഇന്ത്യ ബിൽഡിംഗ്, അനേകം ഹോട്ടലുകൾ തകർക്കപ്പെട്ടു. ഇത് 93 മാർച്ച് മാസം. 96 ഡൽഹിയിലെ ലാജ്പത് നഗറിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായി. 13 സാധാരണക്കാർ കൊല്ലപ്പെട്ടു, 39 പേർക്ക് പരിക്കേറ്റു. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്നുള്ള ഒരു സംഘടന ISIയുടെ സഹായത്തോടു കൂടിയായിരുന്നു അത് ചെയ്തത്. 1998 ഫെബ്രുവരി 14-ാം തീയതി കോയമ്പത്തൂർ ബ്ലാസ്റ്റുകൾ ഉണ്ടായി. അന്നത്തെ നേതാവായിരുന്ന LK അദ്വാനിയുടെ ഒരു പ്രകടനത്തിന്, ഒരു മാർച്ചിന് മുന്നോടിയായിട്ടായിരുന്നു അത്. 12 ബോംബുകളാണ് കോയമ്പത്തൂര് പൊട്ടിയത്. 58 പേര് മരിച്ചു, 200 പേർക്ക് പരിക്ക് പറ്റി. അൽ ഉമ എന്ന് പറയുന്ന ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീവ്രവാദി സംഘടനയായിരുന്നു അതിൻ്റെ പുറകില്. 99 ഡിസംബർ 24-ാം തീയതി ഇന്ത്യയുടെ ഒരു വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു. നമുക്കെല്ലാം ഓർമ്മ കാണും ആ കാര്യങ്ങൾ. 2000 ഡിസംബർ 22-ാം തീയതി ചെങ്കോട്ടയിലെ ഡൽഹിയിൽ ബോംബ് പൊട്ടി. 2 പട്ടാളക്കാർ മരിച്ചു, ഒരു സിവിലിയൻ മരിച്ചു, ഒരു സെക്യൂരിറ്റി ഗാർഡ് മരിച്ചു. റെഡ് ഫോർട്ടിനെ ആക്രമിച്ചത് ആളെ കൊല്ലാനായിരുന്നില്ല. റെഡ് ഫോർട്ടിനെ ആക്രമിച്ചത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനായിരുന്നു. ലഷ്കർ എ തൈബ എന്ന് പറയുന്ന സംഘടനയായിരുന്നു അതിൻ്റെ പുറകില്. 2001 ഡിസംബർ 13-ാം തീയതി നമ്മുടെ പാർലമെന്റ്, ഭാരത ജനാധിപത്യത്തിൻ്റെ സിംബലായിട്ടുള്ള പാർലമെന്റ് തീവ്രവാദികൾ ആക്രമിച്ചു. ലോകത്ത് ഒരു പക്ഷെ വേറെ എങ്ങും ആ തരത്തിലുള്ള ഒരു ആക്രമണം ഒരു രാജ്യത്തിൻ്റെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു. 5 തീവ്രവാദികൾ ആണ് അത് ചെയ്തത്. 9 പേര് കൊല്ലപ്പെട്ടു. അഫ്സൽ ഗുരു എന്ന് പറയുന്ന ഒരു തീവ്രവാദിയായിരുന്നു അതിൻ്റെ പുറകില് ആസൂത്രകനായിട്ടുണ്ടായിരുന്നത്. 2002 24 സെപ്റ്റംബർ അക്ഷർധാം ക്ഷേത്രം തകർക്കപ്പെട്ടു. 2005 ഒക്ടോബർ 29 ഡൽഹിയിൽ വീണ്ടും തീവ്രവാദി ആക്രമണം നടന്നു. അതിൻ്റെ പിന്നിൽ ബബ്ബർ ഖൽസയായിരുന്നു. പക്ഷേ ആ ആക്രമണത്തിന് സഹായം നൽകിയത് മറ്റ് തീവ്രവാദ സംഘടനകളായിരുന്നു. 2006 ബോംബെയിൽ ട്രെയിനുകൾ ബോംബുകൾ വെക്കപ്പെട്ടു. 7 ബോംബുകൾ ഏകദേശം ഒരേ സമയം തിങ്ങി നിറഞ്ഞിരുന്ന സബർബൻ ട്രെയിനുകൾ. നിങ്ങൾക്കറിയാം ബോംബെയിലെ സബർബൻ ട്രെയിനുകളുടെ തിരക്ക്. 7 ബോംബുകൾ ഒരേ സമയം, ഏകദേശം ഒരേ സമയം പൊട്ടി. 209 പേര് മരിച്ചു, 800 പേർക്ക് പരിക്കേറ്റു. 2006 സെപ്റ്റംബർ 8-ാം തീയതി മാലേഗാവ് മഹാരാഷ്ട്രയിൽ ബോംബ് പൊട്ടി. 40 പേര് മരിച്ചു, 125 പേർക്ക് പരിക്കേറ്റു. സിമി എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു അതിൻ്റെ പിന്നിൽ. 2007 സംജോത എക്സ്പ്രസ് എന്ന് പറയുന്ന തീവണ്ടിയിൽ ബോംബ് വെച്ചു, 42 പേര് മരിച്ചു. 2008 ജൂലൈയിൽ അഹമ്മദാബാദിൽ ഒരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നു. ഏകദേശം 8 മിനിറ്റിനുള്ളിൽ 17 ബോംബുകൾ പൊട്ടി. സീരിയൽ ബോംബ് 17 ബോംബുകൾ പൊട്ടി.
56 പേര് മരിച്ചു, 200 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയായിരുന്നു അതിൻ്റെ പിന്നിൽ. വീണ്ടും 2008 മുംബൈയിൽ ബോംബാക്രമണം നടന്നു. ലഷ്കർ എ തൊയ്ബയായിരുന്നു. മരിച്ചത് 171 പേരാണ്, 800 പേർക്ക് പരിക്കേറ്റു. അതിനുശേഷം 2015 മണിപ്പൂരിൽ ഒരാക്രമണം നടന്നു. തീവ്രവാദി ആക്രമണമായിരുന്നു. നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് എന്ന് പറയുന്ന സംഘടന നടത്തിയ ആക്രമണമായിരുന്നു. 176 പേര് മരിച്ചു, 15 പേർക്ക് പരിക്കേറ്റു. പക്ഷേ ഈ ആക്രമണത്തിന്, ഈ മരണത്തിനൊരു വ്യത്യാസമുണ്ടായിരുന്നു. കാരണം ആ 176 പേര് മരിച്ചപ്പോൾ അതിൽ 156 പേര് തീവ്രവാദികളായിരുന്നു മരിച്ചത്. സർക്കാർ സംവിധാനം ശക്തമായി തിരിച്ചടിച്ചു. 176 മരണങ്ങളിൽ 156 പേര് തീവ്രവാദികളായിരുന്നു. ഒരു പക്ഷേ അത്രയും വലിയ ഒരു തിരിച്ചടി അതിനു മുമ്പ് തീവ്രവാദികൾക്ക് ഉണ്ടായിട്ടില്ല. 2016 ജനുവരിയിൽ പത്താൻകോട്ടിൽ ബോംബാക്രമണം ഉണ്ടായി, 7 പേര് മരിച്ചു. 2016 സെപ്റ്റംബറിൽ ഉറി ആക്രമണം നടന്നു, 23 പേര് മരിച്ചു. 14 ഫെബ്രുവരി 2019 പുൽവാമയിൽ ആക്രമണം നടന്നു, 40 പേരാണ് മരിച്ചത്, 35 പേർക്ക് പരിക്കേറ്റു. ഒടുവിൽ നടന്ന പഹൽഗാമിലെ ആക്രമണത്തിൽ 26 പേര് മരിച്ചു, 20 പേർക്ക് പരിക്കേറ്റു. അതിനുശേഷം 25 നവംബർ 10 ഡൽഹിയിലെ ഒരു കാറിൽ ബോംബ് നിറച്ചു കൊണ്ടുവന്ന ഒരു കാറ് പൊട്ടിത്തെറിച്ചു, 15 പേര് മരിച്ചു, 20 പേർക്ക് പരിക്കേറ്റു. ഇത് ഇന്ത്യയിലെ തീവ്രവാദി ആക്രമണങ്ങളുടെ പൂർണ്ണമായ ഒരു പട്ടികയല്ല. അനേകം ആക്രമണങ്ങൾ നടന്നതിൽ പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത്രയധികം തീവ്രവാദി ആക്രമണങ്ങൾ, മരണങ്ങൾ ലോകത്തിലെ വേറെ ഒരു രാജ്യത്തിനും ഉണ്ടായിട്ടില്ല.